പൂരാന്നറിഞ്ഞപ്പോ തന്നെ ഞാൻ വേഗം ട്രെയിൻ കയറി. ഹായ്, വെൽക്കം ടു അവർ പൂരം വ്ലോഗ്. ഇന്ന് ഫെബ്രുവരി 25. നമ്മുടെ നാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പൂരമാണ് ആയിരങ്കണ്ണി പൂരം. ഇന്ന് അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് ഈ കാണുന്നത്. രാവിലെ തന്നെ ഞാനും അമ്മയും കൂടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള സെറ്റപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഡാർക്ക് കളറിലുള്ള നല്ല മൊരിഞ്ഞ ചിക്കനാണ് കേട്ടോ താല്പര്യം. ബിരിയാണിയുടെ ഇടയ്ക്ക് ഇവൻ എന്താ കാര്യം എന്നല്ല കാര്യമുണ്ട്. ഇന്ന് നമ്മളൊരു പുഡിങ്ങും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സബോളയൊക്കെ കുറെ അരിഞ്ഞിട്ടുണ്ട്. വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് ആകെയുള്ള 2 ടാസ്ക് എന്ന് പറയുന്നത് ഒന്ന് ചിക്കൻ കറി വെക്കാം, പിന്നെ ഒന്ന് പുഡിങ് ഉണ്ടാക്കാന്നുള്ളതായിരുന്നു. അപ്പൊ ഗസ്റ്റ് ഒക്കെ വരുന്നതിന് പിന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ നല്ല ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ എപ്പോഴും ഈവനിങ് ആണ് പൂരം കാണാൻ പോകാറുള്ളത്. അതിന്റെ കാരണം ഇയാളാണ് കേട്ടോ. എനിക്ക് എന്റെ അമ്മയ്ക്ക് നല്ല പേടിയാണ് ആനേനെ. ഒരു തവണ ആന ഓടുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഞാനും ഇവള് ഭയങ്കര കുഞ്ഞതായിരുന്നു. അന്നത്തെ പേടി കൊണ്ട് തന്നെ ആനയുള്ള സമയത്തൊന്നും നമ്മൾ അങ്ങനെ പൂരത്തിന് പോകാറില്ല കേട്ടോ. പിന്നെ എപ്പോ പോയാലും ഐസ്ക്രീം മുഖ്യം. കഴിഞ്ഞ വർഷത്തെ ആയിരങ്കണ്ണി പൂരത്തിന്റെ വീഡിയോ കണ്ടവർക്ക് അറിയിപ്പൂരൊക്കെ തിന്നിട്ട് ഞാൻ ആശുപത്രിയിലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അതൊന്നും ട്രൈ ചെയ്ത് നോക്കില്ല, ജസ്റ്റ് ഐസ്ക്രീം മാത്രമാണ്. ഇതാണ് നമ്മൾ സ്ഥിരം വീഡിയോയിൽ പ്രത്യക്ഷപ്പെടാറില്ല അമ്പുണ്ണി. ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കിടക്കായിരുന്നു അവള്. ഇത് കണ്ടതിന് ശേഷം ഉറക്കൊക്കെ എവിടേക്കോ പോയി. സ്വന്തമായിട്ടിരുന്ന് കോരി തിന്നാണ് അത്. കുറച്ച് കഴിഞ്ഞപ്പോ അവൾ അമ്മയും കൊടുത്തു. ഇവിടുത്തെ എന്നെ അത്ഭുതമാക്കിയിട്ടുള്ള ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ആര്യവേപ്പ് ഉണ്ട്. ഈ ആര്യവേപ്പിന് പൂരം ദിവസം കയ്പ് ഉണ്ടാവാറില്ല എന്നുള്ളതാണ് വിശ്വാസം. ഈ നാട്ടിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം. 32 ആനയൊക്കെ ഉണ്ടാകുന്ന വലിയ പൂരമാണ്. പക്ഷേ അമ്പലമുറ്റം ഭയങ്കര ചെറുതാണ്. അപ്പൊ അതിന്റെ ഉള്ളിലാണ് ഇത്ര ആനകൾ നിൽക്കുന്നത്. ഇപ്രാവശ്യം എത്ര ആനയാന്നുള്ളത് ശരിക്കും അറിയില്ലായിരുന്നു. പിന്നെ പൂരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതെല്ലാം. ഇതിന്റെ ഇടയിലൊക്കെ പോയി നിന്ന് ചെവി അടിച്ചു പോകുന്നുള്ളത് ഇന്നാണ് ഞാൻ മനസ്സിലായി. ഞങ്ങൾ എപ്പോ വരുമ്പോഴും മണക്കാട് കമ്മിറ്റിയുടെ പരിപാടിയാണ് കേട്ടോ ഇടയിൽ ഉണ്ടാവുക. പല ദേശങ്ങളിൽ നിന്ന് ആനകളും അതുപോലെ തന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ദേശക്കാരുടെയൊക്കെ ആനകള് അവിടെ ഒത്തൊരുമിച്ച് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഒരു അലുവയും വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞ് വായിക്കിയിട്ടാണ് കേട്ടോ ഞാൻ കോളേജിൽ നിന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതില്ലാണ്ട് അങ്ങോട്ട് പോവാനും പറ്റില്ല. ഞങ്ങൾ എപ്പോഴും പൂരത്തിന്റെ പിറ്റേ ദിവസം പോവാറുണ്ട് കേട്ടോ. അന്നാണ് സാധാരണ ഈ വക സാധനങ്ങളുടെ ഒക്കെ പർച്ചേസ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കണ്ടപ്പോ വാങ്ങണോ വേണ്ടോ എന്നുള്ളതൊക്കെ കുറെ ആലോചിച്ചിട്ടോ. പിന്നെ അവള് നോക്കിക്കൊണ്ടിരുന്ന് കണ്ടപ്പോ ഞാനും പിന്നെ നോക്കാന്ന് കരുതി. നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടോ ഇവള് ഈ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ അതിന്റെ ഒരു വിഷമം പറയാം. ഇപ്പൊ പൈസ ഉള്ളപ്പോ വാങ്ങേണ്ട പ്രായവും കടന്നുപോയി. ആവശ്യമുള്ള വാങ്ങിയതിന് ശേഷമുള്ള നിപ്പാണ് കേട്ടോ ഇത്. അച്ഛനമ്മയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഇതിലെനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് കുറച്ച് കുപ്പിവളകളായിരുന്നു കേട്ടോ. പക്ഷെ അത് എടുത്തപ്പോ തന്നെ അത് പൊട്ടി. കാരണം എന്റെ കയ്യിൽ അത് കൊള്ളില്ലായിരുന്നു. പിന്നെ കടക്കാരൻ പാവായോണ്ട് എന്നെ ഒന്നും ചെയ്തില്ല. നമ്മൾ കോളേജിലേക്കുള്ള സാധനമൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടാണ് പോകുന്നത്. ഈ ഒരു വളയാണ് കേട്ടോ പൊട്ടിയത്. എനിക്ക് നല്ല സങ്കടം, കാരണം എനിക്ക് അത്ര ഇഷ്ടമായ പോലെ നിൽക്കുന്ന ആളാണ്. അങ്ങനെ നമ്മൾ എല്ലാ പരിപാടികളും കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതൊക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴേക്കും എല്ലാവർക്കും കാലൊക്കെ ഒടിഞ്ഞ പോലെ ആയിരുന്നു. അതിന് അത്രത്തോളം ദൂരം നടന്നിട്ടുണ്ടായിരുന്നു. ക്ഷീണത്തോടാണെങ്കിൽ എല്ലാവരും വീട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആവുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.